ഹലോ ഗൈഡ്സ്, അപ്പോൾ നമ്മളെ ഉച്ചയോട് റെഡിയാക്കാൻ പോവുകയാണേ. അപ്പോൾ ചോറ് വന്നിട്ടുണ്ട്, കറി ഉണ്ടാക്കാം. അപ്പോൾ ഒരു സാധനം വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. കാണിച്ചതാണ്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ കക്കയിറച്ചി ഫ്രൈ ഉണ്ടാക്കാൻ പോവുകയാണേ. അപ്പൊ നമ്മുടെ കുഞ്ഞാമൻ പീലിമോളിൽ ഇവിടെ നിന്ന് കളിക്കുന്നുണ്ട് കേട്ടോ. പേര് അതെ, പീലിക്കുഞ്ഞിന്റെ വാവയുടെ പേര്, പാവയുടെ പേര് കിങ്ങിണി എന്നാണ്. കിങ്ങിണീനെ ഉറക്കാൻ പോണോ? പീലിക്കുഞ്ഞിന്റെ കിങ്ങിണീനെ ഉറക്കാൻ പോണേനെ. അപ്പൊ ഞാന് കറി വെക്കട്ടെ കേട്ടോ, കക്ക റെഡിയാക്കി എടുക്കട്ടെ. അപ്പൊ അവര് രണ്ടുപേരും അവിടെ കളിക്കാണേ. അപ്പൊ ആ നേരം കൊണ്ട് ഞാൻ കക്ക ഒന്ന് റെഡിയാക്കി എടുക്കട്ടെ കേട്ടോ. ഇതിന്റെ ഉള്ളിലെ ചെളിയൊക്കെ കളഞ്ഞെടുക്കണം. ശരിയാ. ഇത് ഇത്തിരി പാടാണ്. ചെറിയ കക്കയാണെങ്കിൽ നമുക്കിത് അങ്ങനെ എടുക്കാമായിരുന്നു. പക്ഷെ ഇതിന്റെ ഉള്ളിൽ ഇത്രയും വലിയ കക്കയായതുകൊണ്ട് ചെളി കളഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല. അപ്പൊ അത് ഇത്രയും വേസ്റ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ. കഴുകി എടുക്കട്ടെ. അപ്പോൾ ഇത് നമ്മുടെ കക്കയിറച്ചി നല്ലപോലെ കഴുകി വാരിയെടുത്തിട്ട് പാകത്തിൻ്റെ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം വേവിക്കാൻ വെക്കുന്നുണ്ട്. അപ്പോൾ അത് അവിടെ ഇരുന്ന് വേവട്ടെ. നമുക്കിതിലേക്ക് വേണ്ട കൊച്ചുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചി പച്ചമുളക് എല്ലാം ഒന്ന് അരിഞ്ഞെടുക്കാവേ. അപ്പോൾ നമ്മുടെ കക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കണം പച്ചമുളക്, ഇഞ്ചി, വേപ്പില, വെളുത്തുള്ളി, കൊച്ചുള്ളി ഇത്രയും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഇതിൽ വെള്ളം ചേർത്തിട്ടില്ല. വെള്ളം ഒഴിക്കുള്ളൂ. അപ്പം നമുക്ക് ഇതിൽ ഈ വെളുത്തുള്ളിയും കൊച്ചുള്ളിയൊക്കെ വേവണമല്ലോ, അതിന് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അത് ഉപ്പിട്ട് കഴിക്കുമല്ലേ. വെന്ത് വന്ന കക്കയിറച്ചിയിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചേരുവയെല്ലാം ചേർത്തതിന് ശേഷം കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ആ കൊച്ചുള്ളിയും വെളുത്തുള്ളിയൊക്കെ വേവാനായിട്ട് ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൽ പൊടികളും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പൊടികളെന്ന് വെച്ചാൽ എരിവിൻ്റെ ആവശ്യത്തിന് മുളക് പൊടിയും പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി ചെറുതീയിലൊന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. എന്ന് വെച്ചാൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കുറച്ച് ഓയിലും കൂടി ഒഴിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കക്കയിറച്ചി ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഊണ് കഴിക്കാം കേട്ടോ. അങ്ങനെ ഇത് ഞങ്ങളെല്ലാവരും കൂടി ഊണ് കഴിക്കാനിരുന്നു കേട്ടോ. കക്ക ഫ്രൈയുടെ കൂടെ രാവിലത്തെ കേബേജ് മെഴുക്കുവരട്ടി ഉണ്ടായിരുന്നു, പിന്നെ പീച്ചിങ്ങ ഉപ്പേരി ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കൂടി ഞങ്ങൾ കഴിക്കുവാണേ. അപ്പോൾ ഇത് കുഞ്ഞുവാവ് അവിടെ കസേരയിൽ എഴുന്നേറ്റ് നിൽക്കുവാണ് കേട്ടോ. പീലിമുളാണെങ്കിൽ അമ്മയുടെ മടി കയറിയിരിക്കുവാണേ. കക്കയിറച്ചി എങ്ങനെയുണ്ട്? ഇഷ്ടമായ പീലിമുളെ? കക്കയിറച്ചി ഇഷ്ടമായ? അങ്ങനെ ഇതേ കക്കയിറച്ചി ഫ്രൈയും കേബേജ് മെഴുക്കുവരട്ടിയും പീച്ചിങ്ങ മെഴുക്കുവരട്ടിയും എല്ലാം കൂടി ഞങ്ങളെല്ലാവരും കൂടി കഴിക്കുവാണ്. അപ്പോൾ കഴിക്കട്ടെ കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.